ഓവറായി സുഗുവിന്റെ പ്രണയം സുഗു സുജിത് കുമാർ സുഗു വേഴാമ്പൻ ഫേസ്ബുക്കിലെ പേജ്. ഇത് ആവേശം പോലെ രോമാഞ്ചം പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബാംഗ്ലൂരല്ല, ഇത് എറണാകുളത്ത് ആലുവയിൽ നടക്കുന്ന ഒരു കഥയാണ്. മാഞ്ഞാലി അവിടെ നടക്കുന്ന കഥയാണ്. ഇങ്ങനെ പറഞ്ഞു തന്നു ഇന്ന സംഭവമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പോയി ചെയ്തു. അപ്പൊ ശ്രീധരൻ നടന്നിട്ട് ജിത്തു ചേട്ടൻ ബാക്കിൽ നിന്നിട്ട്, അതായത് ശ്രീധരൻ ഒരു പടിക്ക് കയറ്റി ചെയ്യാൻ പറഞ്ഞു. ജിത്തു പറഞ്ഞു 2 പടി കയറ്റി ചെയ്തു. കുറച്ചുകൂടെ ഓവറായിക്കോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ രോമാഞ്ചും ആവേശവും ഒക്കെ പുറത്തായിരുന്നല്ലോ, കേരളത്തിലല്ല. അപ്പൊ ഞാൻ ഈ പടം വന്നപ്പോൾ ചോദിച്ചാളിയാ ഇത് എവിടെയാണ്? ഇത് എറണാകുളത്ത് തന്നെ ഡെയിലി ചായ പിടിക്കാൻ പോകുന്നു. ചായ കുടിക്കാൻ പോകാൻ പറ്റുള്ള ആവേശത്തിന് മുന്നേ പറ്റൂല്ലോ. ഇപ്പൊ അങ്ങനെ സമയമില്ല. ആ സിനിമയുടെ പരിപാടി തിരക്കും. പിന്നെ അവരെല്ലാവരും വീട്ടിലിപ്പോ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഇപ്പൊ ഭയങ്കരമായിരിക്കും. അതെന്തായാലും ഫസ്റ്റ് ലവ് എന്തായാലും എനിക്ക് തോന്നുന്നു 90% എല്ലാവരും ഭയങ്കര ആയിരിക്കും. ഏതെങ്കിലും ഒരാള് ഇത്രയും ലൗഡ് ആയിട്ടുള്ള പെർഫോമൻസസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാലേ എല്ലാരും ഈക്വലി പെർഫോം ചെയ്യണം ഫ്രെയിമില്. അത് കൂടെയുള്ളവരൊക്കെ അത്ര അടിപൊളി ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. കാര്യം പറഞ്ഞുപോയി. ഇവനുണ്ട് പിന്നണിയിൽ, ഡയറക്ഷൻ ടൈമിൽ. ഇവൻ ഡയറക്ഷൻ ടൈമിൽ. അത് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല. മാഷേ വേണ്ട. എന്റെ മാഷെ ബെറ്റ് തോറ്റെന്ന് വെച്ച് ഫുഡൊന്നും വേണ്ടെന്ന് വെക്കണ്ട. ഓ എന്നാലും മാഷിന്റെ ഒരു ജഡ്ജ്മെന്റ്. ഒറ്റ മാസം കൊണ്ട് പൂക്കാരൻ പ്രകാശൻ അഡ്വാൻസ് ലെവലിൽ എത്തിയില്ലേ? വാട്സാപ്പിലൂടെ പഠിപ്പിച്ച് ബേസിക്കിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ പുഷ്പം പോലെ വിരിയിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ് പറ. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. വെൽക്കം ടു മൂവി. താങ്ക് യു. എന്താണ് പൈങ്കിളി? പൈങ്കിളി ആകാൻ എത്ര നേരം എടുത്തു നിങ്ങൾ? എനിക്ക് പടത്തിലല്ലേ? പടത്തിലെന്ന് വെച്ചാൽ ആ ഒരു ട്രാക്കിലേക്ക് വരും. ആ ട്രാക്കിലേക്ക് ആവുന്നതൊക്കെ എനിക്ക് ഒരു ഞങ്ങളൊരു 1 വീക്കിനുള്ളിൽ എല്ലാവരും ഇന്നായിന്നുള്ളതാണ്. എല്ലാവരും പടത്തിലുള്ള എല്ലാവരും ഒന്ന് സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഒരു പൊളിയായിരുന്നു പൈങ്കിളി. അതേ 14-ാം തീയതി 3 ദിവസം കൂടി ഉള്ളു. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പൈങ്കിളി? എല്ലാവർക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ. നമ്മളാരും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച എടുത്തല്ലേ ശരിക്കും. എല്ലാവർക്കും ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ധാരണ വരാനായിട്ട് ഒരാഴ്ച എടുത്തു. സമയമുണ്ടല്ലോ. അതെ, ഒരുമിച്ച് കോമ്പിനേഷൻ സീനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണ് ഈ ലവ് റൊമാൻസ് എന്ന് പറയുന്ന ഒരു ജോണർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇപ്പം നമ്മുടെ ഇപ്പൊ സോഷ്യൽ സിനാരിയും കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണല്ലോ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കഥ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ കഥ, പിന്നീട് ഇച്ചിരിയൊക്കെ റൊമാൻറ്റിക് ആവും. പ്രേമം എന്ന് റൊമാൻറ്റിക് ആണല്ലോ. നമ്മുടെ ഫസ്റ്റ് ലവ് ഏറ്റവും റൊമാൻറ്റിക്. പക്ഷെ പുറത്തേക്ക് കാണിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണെങ്കിലും അതെന്തായാലും ഫസ്റ്റ് ലവ് എന്തായാലും എനിക്ക് തോന്നുന്നു 90% എല്ലാവരും ഭയങ്കര ആയിരിക്കും. ഏതെങ്കിലും ഒരാള് കറക്റ്റായിട്ട് പുറത്ത് അറിയാൻ പറ്റും. ബാക്കിയുള്ളവർ ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഒരു കറുത്ത് പുറത്ത് എക്സ്പ്രസ് ചെയ്യില്ല. എനിക്ക് തോന്നണേ ഫസ്റ്റ് ലവ് ഒക്കെ എന്തായാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ്. ഇപ്പൊ ജിത്തുമാധവ് എന്ന ഡയറക്ടർ ബേസിക്കലി നിങ്ങളുമായിട്ട് ഇപ്പൊ നമുക്കറിയാം ആവേശമാണെങ്കിലും രോമാഞ്ചമാണെങ്കിലും നമുക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു മുമ്പ് നമ്മളായിട്ട് മുന്നേ ഡിസ്കസ് ചെയ്താണെങ്കിലും നമുക്ക് സ്ക്രീൻ ചെയ്തൊക്കെ ചെയ്ത്. ഇപ്പൊ ഈ പൈങ്കിളിയിലേക്ക് വരാൻ നേരത്ത് ഇപ്പൊ നേരത്തെ പറയുന്ന വെച്ചാൽ നമുക്ക് അതൊരു യൂണിവേഴ്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കൂട്ടാം. ജിത്തുമാധവിന്റെ ബാംഗ്ലൂർ യൂണിവേഴ്സ് ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. നേരെ ഈ പൈങ്കിളിയിലേക്ക് വരാൻ നേരത്തെ എങ്ങനെയായിരുന്നു? പൈങ്കിളിയിലേക്ക് വരാൻ നേരത്ത് ജിത്തു ആദ്യമായിട്ട് എഴുതുന്ന സിനിമയാണ്. സാധാരണ ജിത്തുവിനെ എഴുതി ഡയറക്ട് ചെയ്യണം. അപ്പൊ ജിത്തുവിന്റെ സ്ക്രിപ്റ്റ് പുറത്തു പോകുന്നത് അതിൽ ശ്രീതേട്ടനാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. ശ്രീതേട്ടനെ അറിയാലോ, ആക്ടറാണ്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ എനിക്ക് രോമാഞ്ചത്തോട് ശ്രീതേട്ടൻ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ശ്രീതേട്ടൻ ഇത് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഈ സബ്ജക്റ്റ് എനിക്ക് നേരത്തെ ഒരു മുന്നേ എനിക്ക് ആവേശം ചെയ്യുന്ന സമയത്തൊക്കെ ജിത്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു കൊള്ളാണ്. അത് ഈ പറഞ്ഞ ബ്രോ പറഞ്ഞ പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന, ആവേശം പോലെ രോമാഞ്ചം പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബാംഗ്ലൂരല്ല, ഇത് എറണാകുളത്ത് ആലുവയിൽ നടക്കുന്ന ഒരു കഥയാണ്. മാഞ്ഞാലി അവിടെ നടക്കുന്ന കഥയാണ്. ഞാൻ ആലുവക്കാരനാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ അങ്ങനെ ചെയ്തു. അപ്പോൾ റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഈ പടം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ
എല്ലാവരും ഒന്ന് ഫ്രീ ആയിരിക്കണം, നമുക്ക് എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന മൊമെന്റിലായിരിക്കണം ഷൂട്ട് ചെയ്യണം, എപ്പോഴും തിരക്കാവരുത്. ജിത്തുവിൻ്റെ ബാക്കി പ്രൊജക്റ്റുകൾ അവൻ്റെ അടുത്ത പടങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയുണ്ട്, അപ്പോൾ എല്ലാവരും അവൈലബിൾ ആയിരിക്കണം, എല്ലാവരും ഫ്രീ ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് എല്ലാവരും കോൺട്രിബ്യൂഷനാണ് സിനിമ. അപ്പോൾ ജിത്തു റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എനിക്കങ്ങനെ വലിയ നമ്മൾ സ്ക്രിപ്റ്റും ഈ പറഞ്ഞ അന്നത്തെ ആവേശം രോമാഞ്ചമൊക്കെ ആണെങ്കിൽ തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ഒന്നും അല്ല ഷൂട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രോസസ്സിലാണ് സ്പോട്ടിലാണ് വളരുന്നത്. പിന്നെ അതിപ്പോ ഈ പറഞ്ഞ പോലെ ക്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ അവിടം വരെ സിനിമ വളരും. അങ്ങനത്തെ പ്രോസസ് ആയിരിക്കും. നമ്മുടെ ഒരു ക്യാമറ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നില്ലേ മറ്റേ ചലഞ്ച് ചെയ്യല്, പുള്ളി അവര് ക്രൂ മെമ്പേഴ്സ് വരെ പറഞ്ഞു സ്ക്രിപ്റ്റിൽ വായിച്ച പോലെ അല്ലല്ലോ ഇവന്മാര് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. സ്ക്രിപ്റ്റാണ് വായിച്ചിരിക്കുന്നത്. ഈ ആവേശത്തില് മറ്റേ സീനും അതേപോലെ ആയിരുന്നു പറയുന്നത്. ഈ അമ്പാൻ പിണങ്ങി നിൽക്കുന്ന സീന് അപ്പൊ സ്പോട്ടിൽ പറഞ്ഞു. അതെനിക്കൊന്ന് നേരത്തെ മനസ്സിലുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ അടുത്ത് പറഞ്ഞ സ്പോട്ടിലാണ് പറയുന്നത്. അങ്ങനെ പല പല മൊമെന്റ്സുകൾ. പക്ഷെ ആ ടൈമിൽ അത് ഇംപ്രൈസ് ചെയ്യാൻ കഴിയും ഒരു ആക്ടറിന് എത്രത്തോളം. അതാണ് ഒരു ആക്ടറിന്റെ വിജയം, ചുറ്റ പോലെ മാറുക എന്നുള്ളതാണ്. നമുക്ക് അയ്യോ അത് സിനിമയിൽ നോ ഇല്ല, അടുത്ത ഓപ്ഷൻ പോവാന്നുള്ളതാണ് നോ ആണെങ്കിൽ, മനസ്സിലായത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അതാണ് ഒരു ആക്ടറിന്റെ ഒരു ഇത്. ചെയ്യപ്പ സ്പോട്ടിൽ എന്താ പറഞ്ഞ അപ്പ ചെയ്യല്ല, അത് പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. ഇതല്ലെങ്കിൽ അടുത്തത് സ്വിച്ച് ചെയ്യണ പോലെ മാറിക്കൊണ്ടിരിക്കാന്നുള്ളതാണ് ഒരു ആക്ടർ. അയാൾക്ക് അത് നോ ഇല്ല. അതാണ് അനശ്വര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനശ്വര ഇതുപോലെ റൊമാൻസ് ഒരു ബാക്ക്ഡ്രോപ്പ് നടക്കുന്ന ചിത്രങ്ങളുടെ 1, 2, 3 തവണ പാർട്ടായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും സൂപ്പർ ശരണ്യൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പാന്റെ പ്രണയം? സുഗുവിന്റെ പ്രണയം സുജിത് കുമാർ, സുഗു വേഴാമ്പൽ, ഫേസ്ബുക്കിലെ പേജ്. സുഗു വേഴാമ്പൽ അതിപ്പോ അങ്ങനെയുള്ളൂ. നമ്മുടെ പേരായിരിക്കുമല്ലോ നമ്മൾ ഇൻസ്റ്റേഡിയിലും കയറുന്നത്. പുള്ളി ഇട്ടേക്കണത് പൊളി പേരാന്ന് പറഞ്ഞ പുള്ളി ഇട്ടേക്കുക സുഗു വേഴാമ്പൽ. ഇത് ഞാൻ മുന്നേ ചെയ്തൊരു റൊമാൻറ്റിക് പടമായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. ഞാൻ മുന്നേ ചെയ്തൊരു റൊമാൻറ്റിക് പടവും ഞാൻ മുന്നേ ചെയ്തൊരു ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിനിമയാണ്. ഇതൊരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എനിക്കിതുവരെ ഉണ്ടായതിൽ ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു കാമുകനാണ് സുഗു. അതിന് മോർ ദാൻ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നതിനേക്കാളും പടം ഇനി അങ്ങനെ ഉണ്ടാവും അറിയാൻ സംഭവിച്ചു പോയി. പടം ലവ് സ്റ്റോറി എന്നതിനേക്കാളും കുറെ കോമഡി എലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ എല്ലാം ഉണ്ട്. ഇതിൽ കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫാമിലി ഉണ്ട്, സാധാരണക്കാർക്ക് വളരെ രീതിയിൽ കണക്ട് ആവുന്ന ടൈപ്പ്. അതെ, അങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പൊ പറയുന്ന പോലെ ഒരു നമ്മളെല്ലാരും കുറച്ചൊന്ന് മീറ്റർ ഹൈ ആക്കി പിടിച്ച് അതെ ഒരു സ്പൂഫ് എലമെന്റ്സ് ഒക്കെ അങ്ങനെ അതുപോലെ ഈ ചില ഇമോഷൻസിലൊക്കെ ഷോർട്സ് കാണിക്കാൻ നേരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം അനശ്വര തന്നെ അത് പറയാൻ നേരത്തൊക്കെയാണ് കൈവച്ച് കാണിക്കുന്ന കുറെ ഇതൊക്കെ എന്ന് പറയുന്നത്. ചിലപ്പോ ആ സമയത്ത് നമ്മൾ റിയൽ ലൈഫിലൊന്നും അങ്ങനെയൊന്നും ചിലപ്പോ റെസ്പോണ്ട് ചെയ്യില്ല. അതാണ് ചിലതൊക്കെ കുറച്ച് നമ്മൾ നോർമൽ ലൈഫിൽ റെസ്പോണ്ട് ചെയ്തതിനേക്കാളും കുറച്ചൊന്ന് ഹൈ ആയി കുറച്ച് ലൗഡായി അതിരുന്ന് പടം മൊത്തത്തിൽ പെർഫോം ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര റോ ആണ്. ഒരു നോർമൽ ഫാമിലി, പിന്നെ അങ്ങനെയുള്ള വീട്, സെറ്റ്, നാട്ടുകാർ, അതൊക്കെ നോർമലാണ്. ഫ്രണ്ട്ഷിപ്പ് എല്ലാം നോർമലാണ്. പക്ഷെ അതിനകത്ത് സെയിം ടൈം കുറച്ചൊന്ന് ലൗഡായിട്ട് എല്ലാം ഒന്ന് കാണിക്കുന്ന, കുറച്ചൊന്ന് കളർഫുൾ ആയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ചന്തുവിന്റെ ബേസിക്കലി ട്രailerൽ കാണിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, നിനക്ക് പ്രാന്ത എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമോഷൻ ഇച്ചിരി ഈ പറഞ്ഞിട്ടുള്ള ഇച്ചിരി ലൗഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഇപ്പൊ നേരെ മറിച്ച് മഞ്ഞുമല്ല നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഇച്ചിരി സട്ടിലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹ്യൂമർ അല്ല, അതെ ലൗഡായിട്ട് ഒരു ഹ്യൂമർ പിടിക്കുന്ന ആദ്യമായിട്ടാ. അത് ആ ഈ പ്രാന്താന്ന് പറയുന്നത് തന്നെ വലിയൊരു ലൗഡ് സീനിന്റെ പരിപാടിയാ. അപ്പൊ വലിയൊരു ചെറിയ ബിറ്റുകളാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന വെച്ചാല് നമ്മളാ ഭയങ്കര ലൗഡാണ്. അതാ ട്രെയിലർ കാണിച്ചിരിക്കുന്നൊക്കെ ഓരോ ലൗഡ് പെർഫോമൻസുകളുടെ ബിറ്റുകൾ മാത്രമാണ്. അതിലും കുറച്ചുകൂടി കൂടുതലാണ് ലൗഡ് പെർഫോമൻസുകൾ, സംഭവങ്ങൾ. അത് നമ്മൾ ഇപ്പഴേ പറയണ്ട, ആൾക്കാർക്ക് തോന്നുമായിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചേക്കുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോ തന്നെ
ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു എനർജി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. അങ്ങനെയാണ് അതിലോട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും എത്തിപ്പെടുന്നത്. പ്രത്യേകിച്ചും ബേസിക്കലി നമ്മൾ ആ ഓടുന്ന സീൻ ഉണ്ടല്ലോ, ഓടുന്ന സീനില് പുറയുന്ന ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ പ്ലേ ഒക്കെ ഇപ്പൊ നമ്മള് ജയറാമേട്ടന്റെ ആണെങ്കിലും പണ്ട് കുറെ ചിത്രങ്ങളിൽ ഇപ്പൊ ജഗതി ചേട്ടനൊക്കെ ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഓഫ് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംഗതി. ആ സംഗതി തന്നെ ഈ പ്ലേ ആണല്ലോ. ഇപ്പൊ പണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്ലേ ഉണ്ടല്ലോ. പ്ലേ ഉണ്ട് ഈ പടത്തിൽ മിക്ക സീനുകളിലും. എല്ലാ സീനുകളിലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി വളരെ കുറവാണ്. പണ്ട് കണ്ട കുറെ പടങ്ങളുടെ കുറെ ഗ്ലിംസ് ഒക്കെ ചിലപ്പം ചെറിയൊരു സ്കൂഫ് പരിപാടി ഇപ്പൊ പറഞ്ഞ പോലെ ജയറാമേട്ടന്റെ പടമൊക്കെ ചിലത് കാണും, കണ്ട സാധനങ്ങൾ നമ്മൾ ചിരിച്ച് അങ്ങനത്തെ സീനൊക്കെ നമ്മൾ ചില ഇതിൽ കാണുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്പൂഫ് ലെയർ ആയിട്ട് നമുക്ക് തോന്നാം മുൻപ് കണ്ട. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമൊക്കെ തോന്നാം. ആ പ്ലേ ചെയ്യുന്ന എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. കാര്യം കുറെ ആർട്ടിസ്റ്റുകൾ ഈ ഒരു കൊടുക്കൽ വാങ്ങലെന്നൊക്കെ നമ്മള് ചിലപ്പോ അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിത്തുവിന്റെയും ശ്രീതേട്ടന്റെ ഒക്കെ അവരുടെ സ്കൂളിന്റെ പ്രത്യേകതയാണ്. അവരങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യണത്. ജിത്തുവും ശ്രീതേട്ടനൊക്കെ ഗപ്പിയോട്ടുള്ള പരിചയമാണ്. ഇവർ രണ്ടുപേരും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നോട്ടേ ഇവര് ഭയങ്കര കണക്ഷനാണ്. അങ്ങനെയാണ് ഇവര് ഇതിലോട്ട് എത്തുന്നത്. അപ്പൊ ഇവരൊരു രീതി അങ്ങനെയാണ്. അതായത് ഇവര് വന്ന് സീൻ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എന്താണ് നമുക്ക് ഇതെങ്ങനെ അങ്ങനെ അത് നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാവരും കംഫർട്ട് ആക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കി ഒരു പ്ലേ ചെയ്ത് നോക്കി നമ്മളത് ഓക്കെ ആണെങ്കിൽ റിഹേഴ്സലൊക്കെ ചെയ്ത് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ടെക്നിക്കൽ സൈഡിലോട്ട് പോയിട്ട് ഷോട്ട് എടുക്കുന്നത്. ആ ഒരു രീതി ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരുമായിട്ടും മൊത്തത്തിൽ ഞങ്ങൾ ഇപ്പൊ ഈ റോഷൻ ഉണ്ട്, ഇവരുണ്ട്, അബൂക്കി ഉണ്ട്, അബുസലി, ലിജോസ് പല്ലിശ്ശേരി ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അളിയനുണ്ട്, പെങ്ങളുണ്ട്, പിന്നെ അല്ലൂപ്പനുണ്ട്, ഒരു അമ്മൂമ്മയൊക്കെ വേറെ സീന. ആക്ച്വലി ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് പ്രമോ സോങ്ങിൽ കൊണ്ടുവരുത്തേക്കുന്ന നമ്മുടെ ക്യാരക്ടറാണ്. എന്റെ അമ്മൂമ്മയാണ്, അച്ഛന്റെ അമ്മയാണ്. അതാണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. പാട്ടുണ്ടില്ലേ? ഈ റിയൽ ലൈഫിലും ഉണ്ടാവല്ലേ ഇതേപോലെ തഗ്ഗായിട്ട് ഒരു അമ്മ? പക്ഷെ എന്റെ അമ്മമാരൊക്കെ മരിച്ചു. അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ, എന്റെ അമ്മയുടെ അമ്മയുണ്ട് നല്ല തക. ഇവര് രണ്ടും തഗ്ഗായിരുന്നു പക്ഷെ മരിച്ചു. അപ്പൊ നമ്മള് വെബ് സീരീസ് സൂപ്പർ സ്റ്റാർ ആണ് ജിസ്മ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ ചിത്രമാണ്? ബേസിക്കലി ഇങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഉള്ള ഒരു പെർഫോമൻസ്. തുടക്കം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരു ഗംഭീര ഓപ്പണിംഗ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല ബേസിക്കലി ഇത്രയും ലൗഡായിട്ടുള്ള പെർഫോമൻസസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാരും ഈക്വലി പെർഫോം ചെയ്യണം ഫ്രെയിമില്. അത് കൂടെയുള്ളവരൊക്കെ അത്ര അടിപൊളി ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. അത് സഞ്ജന പറഞ്ഞാൽ എനർജി ഈക്വലി പാസ് ചെയ്താലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വൈഡ് വെച്ച് ഒരു വൈഡ് വെച്ച് എല്ലാവരും ഈക്വലി പെർഫോം ചെയ്യുന്ന അത്രയും എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു അത് ഭയങ്കര രസമായിരുന്നു. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഭയങ്കര എൻജോയ് ചെയ്ത് അപ്പം ഇംപ്രവൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറുകൾ പറഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോയൊരു പരിപാടിയാണ്. ഞങ്ങൾ അവിടെ ചെയ്യണതും അതുപോലെ സ്പോട്ട് ഇംപ്രവൈസേഷൻ പരിപാടികളാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയി. ഈ സുഗുന് യഥാർത്ഥത്തിൽ വട്ടാന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമുള്ള സുഗുൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുഗുന് വട്ടുണ്ടോ? ഫെബ്രുവരി 14 സിനിമ പൈങ്കിളിയിൽ എഴുതിയേക്കണ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടല്ലേ, മെയിൻ സാധനമാണ് ബ്രോ. അത് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് 3 സെന്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ സീൻ മെമ്മറീസ് നോക്കാം. ഞാനൊരു ഇപ്പൊ ട്രെയിലറിൽ കാണുന്ന ഒരു സീൻസ് തന്നെ പറയും, അത് എന്താന്ന് ജസ്റ്റ് പറഞ്ഞു. മീൻസ് അതിന്റെ മെമ്മറീസ് ആ തോർത്തെറിയുന്ന സീനാണല്ലോ, ജസ്റ്റ് തോർത്ത് ഇങ്ങനെയാണ്. അത് എത്ര അത് ഒരു 4-5 ടേക്ക് പോയിട്ടുണ്ടോ ഇങ്ങനെ അറിയുന്നതല്ലേ അറിയുന്നത്? CG ഒന്നും അല്ലല്ലോ. അല്ല CG അല്ല പടത്തില് CG ഇല്ല. CG അങ്ങനെയൊന്നും ഇല്ല. റേസിംഗ് പരിപാടി നടന്നുണ്ടോ? അത്രേ ഉള്ളൂ. റേസിംഗ് പരിപാടി നടന്നുണ്ടോ? ഇത് യൂണീക് ലാലേട്ടൻ നടത്തം. അത് ആക്ച്വലി അത് തന്നെ നമ്മുടെ ചാട്ടം. അതൊരിക്കലും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. സീൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഞാൻ അങ്ങനെ ചെയ്തു പോയി അറിയാതെ അങ്ങനെ നടന്നു വന്നപ്പോഴേക്കും അതിങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്തപ്പോഴേക്കും പിന്നെ അത് പിടിക്കാറുണ്ട്. അത് നമ്മൾ ഓൾറെഡി ലൈഫിൽ ഒരുപാട് തവണ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ട്. മിക്കവരും മുണ്ടെടുക്കുന്ന ആൾക്കാർ അങ്ങനെ പല. ഇപ്പൊ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്,
സുരാജേട്ടന്റെ ഒക്കെ ഒരു പടത്തിൽ മറ്റേ നമുക്ക് ദളപതിയിലും നമുക്ക് എല്ലാവരും ചെയ്തേക്കുന്നതാണ്. അപ്പൊ അത് നമ്മള് ഓൾറെഡി ഞാൻ വീട്ടിലടക്കൊക്കെ മുൻകൊടുക്കാറുണ്ട്. അപ്പൊ മുൻകൊടുക്കും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പൊ അത് ചെയ്ത് നോക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ച് ടേക്കുകൾ പോയാനോ. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലോ. എന്താ ഇട്ടിരിക്കുന്നെന്ന് അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ സിനാരിയോട്ട് കറക്റ്റ് തിരിച്ചാണ് എല്ലാവരും നടക്കുന്നത്. ആണുങ്ങളാണ് ചോദിക്കുന്നത് സാധാരണ ഇട്ടുകൊടുപ്പിന്റെ കളർ അതിനെപ്പറ്റി സംസാരിക്കണ്ടല്ലേ ട്രെയിലറിൽ അങ്ങനെ ഉണ്ടല്ലോ. ട്രെയിലർ ആ സീനല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. സംസാരിക്കാൻ പറ്റും. അതെന്താ എന്താണെന്നൊന്നും നമ്മൾ സംസാരിക്കണ്ട. പക്ഷെ അതിന് അടുത്ത കട്ടും നിങ്ങളുടെ അത് ഇങ്ങനത്തെ ചെറിയ എലമെന്റ്സുകളാണ് ഇതിന്റെ ഇങ്ങനെ പുറത്തിറങ്ങി പോണത്. പോയിന്റ് ഒക്കെ പോയ പിന്നെ പടമില്ല. മാക്സിമം ട്രെയിലറിലൊക്കെ വന്ന അങ്ങനത്തെ ചെറിയൊരു ഫണ്ണി ആയിട്ട് ഗംഭീര സീനിന്റെ തുടക്കമായിരിക്കും. അതെ അങ്ങനെയൊക്കെ ആയിരിക്കാം ബ്രോ. ബുള്ളറ്റ് തള്ളുന്ന സീനുണ്ടല്ലോ. അപ്പൊ അത് റീലിൽ തള്ളി അനുശേഷം നടത്തുണ്ടായിരുന്നു. മറ്റേ നമ്മള് ചാടി എക്സ്പീരിയൻസ് ഞങ്ങള് അതെ കുറച്ച് തള്ളിയായിരുന്നു അല്ലെ. കുറച്ച് തള്ളി നടന്നിട്ടുണ്ട് നൈറ്റ് സീനൊക്കെ. കുറച്ച് സീൻ അത് 2 ദിവസം എടുത്തുള്ളത്. വേറൊരു ദിവസം കൂടി ഉണ്ടായിരുന്നു. പിന്നെ തള്ളല്ല തള്ളലും ഈ തള്ളലും നോർമല് ബൈക്ക് തള്ളുന്ന പോലെ അല്ലല്ലോ ബുള്ളറ്റ് തള്ളാൻ ടാസ്ക്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ബുള്ളറ്റൊക്കെ നേരത്തെ തള്ളിയത് സിമ്പിളല്ല. ന്യൂട്രലിട്ട് തള്ളിയത് പോയാൽ അതെ ഞാനും ഒരുപാട് തള്ളി പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ തള്ളിയിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വെട്ടെത്തിയ സീനായിരുന്നു അടുത്തത്. അത് അതിന്റെ മേക്കിംഗ് വെട്ടുകത്തി സീനില് അതിലൊരു ചെറിയൊരു പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. വെട്ടുകത്തി സീൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ഡയറക്ഷൻ ടീമിൽ അസോസിയേറ്റ് ആയിരുന്ന ഒരു പുള്ളി എനിക്ക് പൊസിഷൻ തന്നിട്ട് ചെറിയ ആക്സിഡന്റ് പറ്റി. ഞാൻ ചെയ്യേണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ചന്തു കൂടി ഒരു സീൻ ചെയ്തിട്ട് ഇവന്റെ മുട്ടിനും ഇവിടെ ആ ട്രെയിലറിൽ കാണിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചൊരു ചെളിവെള്ളത്തിലോട്ട് ചാടുന്നത് ഞാനും ചന്തു കൂടി. അപ്പൊ എനിക്ക് ഇവിടെ റിബിന് പണി കിട്ടി, ഇവന് കിട്ടി. അങ്ങനെ സീനായിട്ട് എനിക്ക് ശ്വാസമൊക്കെ എടുത്താലും ഭയങ്കര പ്രഷർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമച്ച ചിരിച്ചൊക്കെ ഇവിടെ പെയിൻ വരും. അപ്പൊ ഞാൻ ആ സീൻ ചെയ്യുമ്പോൾ ആ പെയിൻ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പൊ അത് എനിക്ക് ഫൈസൽ എന്ന് പറഞ്ഞ ഭയങ്കര അസോസിയേറ്റ് പുള്ളി പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ആക്സിഡന്റ് പറ്റി. അപ്പൊ അത് എനിക്ക് കിട്ടേണ്ട പണിയായിരുന്നു. എന്തോ അത് അങ്ങനെ ചെയ്ത് ഭയങ്കര അത് ഭയങ്കര വിഷമമായി. അപ്പൊ അവിടെ വെച്ചിട്ട് അതാണ് ഇത് എനിക്ക് പറയുമ്പോ ഓർമ്മ വന്നത്. കൗങ്ങിന്ന് ഇറങ്ങുന്ന സീനുണ്ടല്ലോ. അതെനിക്ക് കൗങ്ങിന്ന് റിയലായിട്ട് ഇറങ്ങിയാണോ? കുറച്ച് അതൊരു സാധനം താഴെ ഒരു ബെഞ്ച് പോലെ കുറച്ചൊന്നും താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ചിലോട്ട് വീഴ ഒരു 2-3 പടി ഇറങ്ങി. അതെ കുറച്ചുണ്ടത് ഊഴ്ന്നിറങ്ങുന്ന കുറച്ച് 2-3 പ്രാവശ്യം 2-3 സീൻസിലുണ്ട് ചാടിപ്പോണത്. മറ്റേ ഇഷ്ടമാണെന്ന് പറയുന്ന സീനുണ്ടല്ലോ. അതിന്റെ ബാക്കിൽ ചന്തു വന്നോന്നല്ലേ? സൈഡിലാണ്. സൈഡില് ഞാനാണ് ആണല്ലേ? ബാക്കില് കാണൂല. ആ ജനലിന്റെ അവിടെ നിന്നിട്ടുള്ളല്ലേ. സുഖിച്ചേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുന്നല്ലേ? അതന്നെ അതിൽ ഇപ്പുറത്തേക്കൊന്ന് ഞാൻ അത് ഇത്തിരി ഒരു മോണോലോഗ് പോലെ ഇത്തിരി വലിപ്പമുള്ള ഒരു സാധനം. പെട്ടെന്ന് സെറ്റായി. ടേക്കൊന്നും പോയില്ല. ഞങ്ങൾ എപ്പോഴത്തേക്കൊക്കെ പടത്തില് ക്യാരക്ടേഴ്സ് അതൊക്കെ എടുക്കും. ഇത് ആദ്യത്തെ കുറച്ച് ഡേയ്സ് എടുക്കും. പക്ഷെ ഇതൊക്കെ എടുത്തപ്പോൾ ലാസ്റ്റ് ആയി. ഈ സോങ് എടുത്തപ്പോഴൊക്കെ ലാസ്റ്റ് ആയി. ഈ മോണോ ആക്ടിങ് സീൻ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതിന്റെ അത് ഈ പറഞ്ഞ ഒരു പ്ലേ അതിന്റെ അത് കുറച്ച് സമയം എടുത്തായിരുന്നു. അത് വലിയൊരു സീനാണത്. അപ്പൊ ആ സീനിൽ ഫുൾ ഇങ്ങനെ മോണോ ആക്ടിന്റെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഇതിൽ കാണിച്ചത്. അപ്പൊ അങ്ങനെ അത് കുറച്ച് സമയം എടുത്തായിരുന്നു. ഈ പെർഫോമൻസ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, അത് ബേസിക്കലി സത്യം പറഞ്ഞ ഒരു ക്യാമറ സെറ്റിങ്സ് ഇപ്പൊ ഇങ്ങനത്തെ പടങ്ങൾക്ക് സത്യം പറഞ്ഞ ക്യാമറ എവിടെ ഇരിക്കുന്നു ഇതിനെ നോക്കി ഇങ്ങനെ പറയുന്ന ആ ഒരു ഫീൽ ഇല്ലല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് ക്യാമറ നമ്മളെ ഫോളോ ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സുഖം ഉണ്ടല്ലോ. അതൊരു ആക്ടറിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്യാമറാമാനും ഫോക്കസ് പുള്ളറും നല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് സുഖമാണ്. നമ്മുടെ ഫോക്കസ് പുള്ളറുണ്ട് ശങ്കർദാദ. പുള്ളി പിടിച്ചോളും. പുള്ളി സെർച്ച് ചെയ്തോ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ ചെയ്തോ പുള്ളി പിടിച്ചോളാന്നുള്ളതുണ്ട്. ചില പോയിന്റ് വെച്ചിട്ടൊക്കെ അഭിനയിക്കുന്നതില്ല, അപ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്. നമുക്കൊരു ഫ്രീഡം കിട്ടില്ല. മാർക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊരു
നമുക്കൊരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. പെർഫോം ചെയ്യാനുള്ള ഒരു സംഗതി. അതെ അതെ അതെ, അത് അവരുടെ ടെക്നീഷ്യൻസിന്റെ ഒരു ഗുണം കൂടിയാണത്. അവരും കൂടെ സഹായിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിടിച്ചോളാം, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ നേരത്ത് ഇപ്പൊ സ്പോട്ടിൽ ഒരു ആക്ടർ എന്തെങ്കിലും ഒരു സാധനം ഇംപ്രൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഇടാൻ കൂടുതൽ ചാൻസ് ഉള്ള സീൻസ് ആണല്ലോ, മീൻസ് ആ മേക്കിങ്ങിലുണ്ടാവും. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പൊ തിരിച്ചടിക്കും, കൗണ്ടർ ഹാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നീ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയും, നമ്മൾ നേരത്തെ പറയും ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, അപ്പൊ അതുകൊണ്ട് നീ എന്തായിരിക്കും പറയണേ, ഇങ്ങനെ പറ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ കേസ് അറിയാതെ വന്നാൽ പോലും എന്തായാലും തിരിച്ചു പറയും. തിരിച്ച് പഠിച്ചെന്ന് ചോദിച്ചു പിന്നെ ഞാൻ അപ്പൊ നമ്മളും തിരിച്ച് അങ്ങനെ ഒരു നെട്ടല് വന്നിട്ടുണ്ടോ? മീൻസ് ആരെങ്കിലും മാനേജ് ചെയ്തിട്ടുണ്ട്. നെട്ടല് വന്നിട്ട് അത് പുറത്ത് കാണിക്കാതെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. ഓക്കെ. അപ്പം അത് ലിജോസ് പലിശ്ശേരി എന്ന് പറയുന്ന ഒരു ആക്ടറായിട്ട് 1-2 ചിത്രങ്ങളില് ബേസിക്കലി വന്നിട്ടുണ്ട്. അപ്പൊ ചുരുളിയില് നിങ്ങൾ തമ്മിൽ ഉള്ളൊരു എന്താണ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് തങ്കു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ലിജോ ചേട്ടനുമായിട്ടുള്ള ഒരു സംഗതി? ലിജോ ചേട്ടനും 1-2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. പുള്ളി അങ്ങനെ പിന്നീട് അങ്ങനെ ഇല്ല ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെയായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമ ആയതുകൊണ്ട് പുള്ളി വന്നതിൽ വളരെ സന്തോഷം. ഞാൻ എന്നിട്ട് പോയി സംസാരിച്ച് ഞാൻ വന്ന് നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം ലിജോന്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. നമ്മള് ഇപ്പൊ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരു യുണീക്കുമാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുകയും ചെയ്യും. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇതില് നാച്ചുറൽ അല്ല, നമ്മളെ പോലെ ഭയങ്കര ലൗഡായിട്ടുള്ള പെർഫോമൻസ്. അതെ, ഞാൻ ആലോചിച്ചോട്ട് ഞാൻ ഈ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ലൗഡാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു, എന്താണ് പോക്രി ആയിരുന്നിട്ടുള്ള അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരുന്നു? ബേസിക്കലി അങ്ങനെ ചേഞ്ച് താല്പര്യപ്പെട്ടിരുന്നു? ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ മറ്റേ ഇപ്പൊ ചെയ്ത ആവേശം, പൊന്മാനൊക്കെ ചെയ്ത ഫിസിക്കലി ഒരിക്കലും ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവൂല. അത് മൊത്തത്തിൽ കാണുന്നവർക്കും മനസ്സിലാവും. ഇത് ആദ്യമേ തന്നെ ശ്രീജിത്തേട്ടനാണ് ഇതിന് മെയിനായിട്ട് ഇത് ഇങ്ങനെ പിടിക്കണം, ഇതായിരിക്കണം ക്യാരക്ടർ, നിന്റെ പഴയ രോമാഞ്ചത്തിൽ അല്ലെങ്കിൽ ജാനേമലിലേക്ക് ഫിസിക്ക് വേണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. ഞാൻ അതിലേക്ക് അയത്തുള്ളൂ. എന്റെ പഴയ തിരിച്ച് അത്രയും മതിയുടെ അതാണ് അതിന്റെ പരിപാടി. സുഖു അതാണ്. അപ്പൊ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ലുക്കൊക്കെ നോക്കി ഇതുപോലെ ആവേശം ചെയ്യാൻ നേരത്ത് എന്താണ് ഒരാൾക്ക് ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് വെച്ചിട്ട് അയാളെ വണ്ണം വെപ്പിച്ചെന്ന് പറഞ്ഞത്. അത് കഴിക്കാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ജിമ്മുണ്ട്, എല്ലാ സെറ്റപ്പും കാര്യങ്ങളുണ്ട്, കഴിക്കാൻ ഫുഡ് പ്രൊഡക്ഷനിൽ നിന്നല്ലാതെ എനിക്ക് കമ്പനി വേറെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. മാസം ഒരു ഇത്ര രൂപ എനിക്ക് ചിക്കൻ കഴിക്കാനും അല്ലാതെ ഉള്ള എല്ലാം ഒരു ഫുൾ ചിക്കനൊക്കെ ഒരു ദിവസം കഴിക്കും. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. നേരത്തെ എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റുന്നു. പക്ഷെ എന്നാലും നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് അത് ഈ ക്യാരക്ടറിന് വേണ്ടി ചെയ്തതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജിത്തുമാധവന്റെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി അങ്ങനെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തില്ലെങ്കിലും ആ ഒരു ബാംഗ്ലൂർ പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിനെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഒരു ഭൂമിയെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് എങ്ങനെയായിരുന്നു നിങ്ങൾ റിയലൈസ് ചെയ്തത്? മീൻസ് പുള്ളിയുടെ നാരേഷനിലാണെങ്കിലും ആ സാധനത്തിന് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ രോമാഞ്ചും ആവേശവും ഒക്കെ പുറത്തായിരുന്നല്ലോ, കേരളത്തിലല്ല. അപ്പൊ ഞാൻ ഈ പടം വന്നപ്പോ ചോദിച്ചാളിയാ ഇത് എവിടെയാണ് പറഞ്ഞു, ഇത് എറണാകുളത്ത് തന്നെ കളിയാ പറഞ്ഞു. ഓക്കെ. അപ്പൊ അവിടുത്തെ ബാംഗ്ലൂര് 15 വർഷം കൊണ്ട് ജിത്തുണ്ടായിരുന്നു, വർക്ക് ചെയ്തതും പഠിച്ചതൊക്കെ ആയിട്ട്. അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ആ പടത്തിലൊക്കെ കണ്ടത് നമ്മൾ. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി അപ്പൊ ഇത് ഇവിടെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിന്റെ ഇങ്ങനത്തെ ഒരു കുറച്ച് ഐറ്റംസ് എങ്ങനെയാണ് ഫാമിലി റോംകോം പരിപാടി, റൊമാൻസ്. ഇത് ജിത്തുവിന്റെ പടത്തിൽ നായികമാരൊന്നുമില്ലല്ലോ, ഇതിൽ 2 നായികമാരൊന്നും എഴുതിയ പടത്തില് അപ്പൊ അതെങ്ങനെയാണെന്നുള്ള രസമായിരുന്നു. അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ്. അതായത് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു കുറച്ച് എന്തായാലും എഴുതിയേക്കുന്നതൊക്കെ പുള്ളിയുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വഴി കേട്ടതോ റിയൽ ലൈഫിൽ നടന്നതോ ഒക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. കുറെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ജിത്തു എഴുതിയേക്കണത്.
അപ്പൊ എന്തായാലും അതൊക്കെ എനിക്കൊരു 14-ാം തീയതി എല്ലാവരും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. രോമാഞ്ചത്തിൽ ചെറിയൊരു പരിപാടി ഉണ്ടെന്നല്ലോ അല്ലേ, ഈ മറ്റേ ഇന്നത്തെ ഗജിനിയുടെ റെഫറൻസ് ഉണ്ട്, ചോക്ലേറ്റിലെ പൃഥ്വിരാജിന്റെ റെഫറൻസ് ആണ് എന്റെ ബുൾഗാൻ വെച്ചിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട്. അതുപോലെ തന്നെ അതിൽ കരിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജോൺ അബ്രാമിന്റെ ഫാനാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ ഇതില് ആവേശത്തിലാണെങ്കിൽ എനിക്ക് മറ്റേ വിക്രമൻ സ്റ്റൈൽ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു സാധനം റെഫറൻസ് ഉണ്ട്. അതെ അതെ. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ജിത്തു മാധവ് എന്ന് പറഞ്ഞ മീൻസ് ഒരു റൈറ്ററുമായിട്ടുള്ള പുള്ളി നരേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ശരിക്കും കൂടെ മീൻസ് മുമ്പ് ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയിരുന്നു? ഇതിനകത്ത് കുറെയൊക്കെ ഇൻസിഡൻസ് പുള്ളിയുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പുള്ളി ചെയ്തതെന്ന്. ഇതില് പിന്നെ 2 പേരുണ്ടല്ലോ, അത് ശ്രീതേട്ടനും ജിത്തുചേട്ടനും. ജിത്തുചേട്ടന്റെ എഴുത്ത്, ശ്രീതേട്ടന്റെ ഡയറക്ഷൻ, ശ്രീതേട്ടന്റെ അംശമുണ്ട്. അപ്പൊ മീറ്റർ ഉണ്ട്, ശ്രീതേട്ടന്റെ അംശമുണ്ട്. കൂടുതൽ 5 കിലോമീറ്റർ ശ്രീതേട്ടന്റെ അടുത്ത് തോന്നുന്നു. അതെ, ഞാൻ പറഞ്ഞ സുഗുടെ ക്യാരക്ടർ മറ്റേ മോണാക്ട് ഒക്കെ ചെയ്യുന്നത് പുള്ളി പണ്ട് അതിന്റെ അത് മെയിൻ ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങളൊരു ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് എടാ അങ്ങനെ ചെയ്യണ്ടാ ശ്രീധരൻ പറയും, ഞാൻ ചെയ്യും. പുള്ളി ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ ചെയ്ത് കാണിച്ചിട്ട് വർക്കാണെങ്കിൽ നോക്കി ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ ഇത് കൊള്ളാം ചെയ്ത് നോക്കിയതിനു ശേഷം നമുക്ക് പിടിക്കാം പറയും. എന്നാ പിന്നെ നീയൊക്കെ കൂടി എന്നാ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും സിനിമ. പിന്നെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ സീൻ ചെയ്ത് വർക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ സെറ്റൊക്കെ അങ്ങനെയായിരുന്നു. ശ്രീധരൻ ഞങ്ങളോട് ഒരു സീനില് വെറുതെ നിക്കാമോന്ന് ചോദിച്ചായിരുന്നു. അതായത് ഇത്രയും സീനുകൾ ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മളെങ്ങും നിക്കുന്നില്ല, ഒരു പ്ലേസിൽ നിന്നിട്ട് പെർഫോം ചെയ്യാനായിട്ട് ചെയ്യുന്നില്ല. എന്തേലൊക്കെ കാണിക്കും, ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വീഴും, അവിടെ വീഴും, അങ്ങനത്തെ പരിപാടികളൊക്കെ ആ ട്രാക്കില. അപ്പൊ ശ്രീതേട്ടന്റെ ഒരു ആഗ്രഹം നിങ്ങളൊന്ന് ഇരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ഒന്ന് ചെയ്യാമോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അനങ്ങാതിരുന്നിട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അനങ്ങുന്നു, 3 പേര് അനങ്ങുന്നു. അങ്ങനത്തെ ഒരു ഇതായി പോയി. ശ്രീതേട്ടൻ അത് ഭയങ്കര നീക്ക് എന്തേലും ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ഞാൻ ഇങ്ങനത്തെ മീറ്ററിലെ പടത്തിൽ ഞാൻ ഒന്ന് അഭിനയിച്ചിട്ടില്ല. അപ്പം ഓരോ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഭയങ്കര പിടുത്തമായിരുന്നു, ഇത് ഇത്രയും ചെയ്ത് ഓവറായി പോകും. അപ്പോൾ പുള്ളി വന്നിട്ട് അത് ഇല്ല ചെയ് ഇട്ടോ ഓവറാക്കിയിട്ടെന്ന് പറഞ്ഞോട്ടി. അതേപോലെ ശ്രീധരനും എന്നിട്ട് അത് ഇട്ടോ കുഴപ്പമില്ല. അപ്പം എനിക്ക് ആ ഫ്രീ സ്പേസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എത്ര അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതെ ലാസ്റ്റ് സീനൊക്കെ ആയപ്പോ ഒന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ അതെ, ഞാൻ വന്ന് ചോദിച്ചു, ഞാൻ ആദ്യം എടുത്ത ഭാഗം ഞാനൊന്ന് റീഷൂട്ട് ചെയ്തോട്ടെ പ്ലീസ്. കാരണം ഇവിടേക്ക് എത്തിയപ്പോ അങ്ങ് പോയി, മീറ്ററൊക്കെ കഴിഞ്ഞ് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു ലാസ്റ്റ് സാധനം ഫസ്റ്റ് എടുത്ത സാധനം റീഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം അത്രയും ഒരാഴ്ച കഴിഞ്ഞ ആ ഒരു വീക്ക് കഴിഞ്ഞ് ക്യാരക്ടറിലേക്ക് സെറ്റായി എല്ലാരും മീറ്റർ നിന്ന് പിടിക്കുമ്പോഴേക്കും ഭയങ്കര അത്രയും സ്പേസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ. എങ്ങോട്ട് വേണേ നടക്കാം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ട് വേണേ പോവാം, എങ്ങോട്ട് വേണേ നടക്കാം, എന്ത് വേണേ കാണിക്കാം, ഒരു കുഴപ്പമില്ല. അത് അവർ ഈ ഫോക്കസ് പിള്ളേർ പിടിച്ചോളും, അവർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെയായിരുന്നു എനിക്ക് ആ സെറ്റ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ. എനിക്ക് ആ സെറ്റിനകത്ത് ഈ ജിത്തു ചേട്ടനും ശ്രീതേട്ടനും അവരൊക്കെ തന്നൊരു സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാനുള്ള. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടി ഇത്രയും ഭയങ്കര ഇതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ലൈഫിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവരാരും പറയില്ല. ഇന്റർവ്യൂലൊക്കെ ചോദിച്ചാ, എല്ലാ ഇന്റർവ്യൂലും ചോദിച്ചാ ഞങ്ങളെല്ലായിടത്തും പറഞ്ഞത് തന്നെ പറയില്ല. ഞാനും പറയില്ല. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എടുത്ത് പറയാനായിട്ടുള്ള അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ടും ഉണ്ടാവും അതങ്ങനെ എടുത്ത് പറയാൻ രഹസ്യമായിരിക്കും. അതൊക്കെ സൂക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പൊ ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വിന്റേജ് സിനിമകള്, മലയാള സിനിമകള്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പം ജഗതി ചേട്ടന്റെ ആണെങ്കിൽ സലീമേട്ടന്റെ ഒക്കെ പെർഫോമൻസ് കാണാൻ നേരത്ത് ഈ ഒരു ആക്ടർ നിലയിൽ എന്തെങ്കിലും ആഗ്രഹിച്ച ഒരു സംഗതി ആയിരിക്കുമല്ലോ, ഇത് ഈ പറഞ്ഞിട്ടുള്ള ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് കിട്ടും. അത് ഈ ചിത്രം നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. അങ്ങനത്തെ സ്പേസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കംഫർട്ട് ആവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ടീമിന്റെ ഒപ്പമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു സെറ്റിൽ ചെല്ലുന്നു, എല്ലാം പുതിയ ആൾക്കാർ, അവിടെ നമുക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ അയ്യോ എന്ത് ചെയ്യും, അതല്ല. നമ്മൾ ആ പണിക്ക് വന്നേക്കാണ്, ആ പണിക്കുള്ള പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്യുക, പണിയാണ്ട് ചെയ്യുക, വേറൊരു പരിപാടി ശ്രദ്ധിക്കാണ്ടിരിക്കുക.
ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റണമെന്നില്ല. ഈ പറഞ്ഞ പോലെ അത്രയും ഫ്രീ സ്പേസ് കിട്ടാതെ ചിലപ്പോൾ ഡയറക്ടർ വിഷൻ അവർക്ക് ആളുടെ രീതിയിൽ തന്നെ വേണം. ഒരു ഡയലോഗ് ഇട്ട് ചിലപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ആള് ഫ്രേസ് ചെയ്ത സ്ഥാനത്ത് തന്നെ അത് പറയേണ്ടി വരും. ചിലപ്പോൾ അവർ പറയുന്ന രീതിയിലേ മൂവ് ചെയ്യാൻ പാടുള്ളൂ, അവർ പറയുന്ന രീതിയിലേ കൈ അനയ്ക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അത് അവരുടെ വേറൊരു രീതിയാണ്. ഇത് രണ്ടും നമ്മൾ അഡാപ്റ്റ് ആവുക, ഇത് രണ്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക, അത് രണ്ടും ചെയ്യാൻ നമ്മൾ സെറ്റ് ആവുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്ന നിലയിൽ വേർഷൻ ആണ്. അവർക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അത്രയും ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് മതി, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ മതി, അവർക്ക് എന്താ ഇങ്ങനെ പറഞ്ഞാൽ മതി. ചിലപ്പോ നമ്മൾ ചെയ്യാത്തൊരു സാധനം ചിലപ്പോ അവരങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടും. നമ്മളൊന്ന് പിടിച്ചു വെച്ചാൽ ചിലപ്പോ അവര് പറഞ്ഞിരുന്നതിലൂടെ ചിലപ്പോ നമ്മൾ ചെയ്യാത്തൊരു സംഭവം നമ്മളിൽ നിന്ന് കിട്ടും. അത് അവരുടെ ക്യാരക്ടർ ചിലപ്പോ അങ്ങനെ ആയിരിക്കും വേണ്ടിയിരുന്നത്. അത് രണ്ടും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പടത്തില് ഒരു ഇതില് ബൈക്കിന് വരുന്ന പരിപാടിയില്ലേ, ബൈക്കിന് വരുന്ന പരിപാടി ഷൂട്ട് ചെയ്തപ്പോ അപ്പൊ എനിക്ക് ഫസ്റ്റ് അതിന്റെ ആദ്യം എടുക്കുന്ന പരിപാടികളിൽ ഒന്നാത് മറ്റേ ബൈക്ക് അല്ലല്ല ബൈക്കിന് വരുന്ന സാധനം. അപ്പൊ അത് ആദ്യം എടുക്കുന്ന പരിപാടിയിൽ ഒന്നാ. അപ്പൊ അതില് ശ്രീതേട്ടനും ജിത്തു ചേട്ടനും അപ്പുറത്തിരിപ്പുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു ഇന്ന സംഭവമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി ചെയ്തു. അപ്പൊ ശ്രീതേട്ടൻ നടന്നിട്ട് കാണിച്ചു, ജിത്തു ചേട്ടൻ ബാക്കിൽ നിന്നിട്ട്, അതായത് ശ്രീതേട്ടൻ ഒരു പടിക്ക് കയറ്റി ചെയ്യാൻ പറഞ്ഞു. ജിത്തേട്ടൻ പറഞ്ഞു 2 പടി കയറ്റി ചെയ്തോ, കുറച്ചുകൂടെ ഓവറായിക്കോ. അപ്പൊ ശ്രീധരൻ നോക്കിയിട്ടാണ് ഓക്കെ എന്നാ 2 പടി കയറ്റിക്കോ, ഒരു കുഴപ്പമില്ലാന്ന്. പിന്നെ അത് അങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് വേറെ കംഫർട്ടബിളാ. അവരിങ്ങനെ പറയുമ്പോ നമുക്കത് ചെയ്ത് ചെയ്യാം. അത് വിശ്വസിക്കാന്ന്, അവരുടെ ക്രാഫ്റ്റിന് വിശ്വസിക്കാന്നുള്ളതാണ് നമ്മളപ്പോ ചെയ്യുന്നത്. അല്ല നമ്മളിങ്ങനെ ഇല്ല ഞാൻ ചെയ്യില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടി മാത്രമേ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അത്രേ ഉള്ളൂ. എന്താണ് ആവശ്യം അത് അവര് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. പൊന്മാനൊക്കെ കാണാൻ നേരത്ത് എന്താ ഒരു രാക്ഷസൻ എന്നെ പിടിച്ചു കൊടുത്തല്ലോ എന്ന് പറയാൻ നേരത്ത് കാണിക്കുന്ന ഒരു ഷോട്ടിന്റെ അത് കറക്റ്റ് രാക്ഷസനായിട്ട് നമുക്ക് തോന്നും. സീരിയസ്ലി ഞാൻ പറഞ്ഞു, എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. കാര്യം ഒന്ന് ആ ക്യാമറ ആംഗിളിന്റെ ആണെങ്കിൽ ഒരു ലോ ആംഗിൾ വെച്ചിട്ട് ഉള്ള ഒരു പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ പിന്നീട് ചിന്തിക്കാൻ നേരത്ത് ഈ 9 ചിത്രങ്ങള് അതിന്റെ അത് ഓരോ ഇമേജസും മാറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോ ചിത്രങ്ങൾ ഏതാന്ന് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവുന്ന തരത്തിലേക്ക് ഇത് അത് ബോധപൂർവം എടുക്കുന്നതാണോ ഈ ട്രാൻസ്ഫോർമേഷൻ? ഞാൻ കഥാപാത്രത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബോധപൂർവ്വം എടുക്കുന്നതാണ്. മരിയാനോ ചെയ്യുമ്പോൾ അതിന് ആവശ്യമുണ്ടായിരുന്നു, അമ്പാൻ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നു, സുഗുലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞ ഉടൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഒരു പടമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിലെ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെയാണ്. വരും ദിവസങ്ങളിലൊക്കെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയും. അപ്പൊ അത് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഞാനൊരു കഥ കേൾക്കുമ്പോൾ അത് എനിക്ക് എന്നെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളില്ല, എങ്ങനെയായിരിക്കും ക്യാരക്ടറിന്റെ പരിപാടി. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കും. അപ്പോഴാണ് നമുക്കൊരു 100% അല്ലെങ്കിൽ ഞാൻ 100% അല്ല കൊടുക്കണം, 150% കൊടുക്കാനാണ് ശ്രമിക്കണം. അപ്പോഴാണ് പുറത്ത് കാണുള്ളൂ. എല്ലാവരും 100% കൊടുക്കുമല്ലേ, 100-ൽ 100. അപ്പൊ ഞാൻ 150% കൊടുക്കും. അങ്ങനെ ഒരു ഇത് ഒന്ന് അമ്പാന്റെ സ്റ്റാൻഡ് അലോൺ ചിത്രം വരുമോ? പറയാൻ പോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ പ്ലാൻ വരട്ടെ. അതെ അതെ, ഞാൻ ഇപ്പൊ രോമാഞ്ചൻ 2 നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ ആവേശം 2 ആഗ്രഹിക്കുന്നു. രോമാഞ്ചൻ 2 ബേസിക്കലി അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ അങ്ങനെയുള്ള കൊണ്ടുവരിക പറയാം. അത് അറിയില്ല എപ്പോഴേക്ക് നടക്കുന്നുള്ളൂ, സമയമുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മനസാക്ഷി സൂക്ഷിപ്പുകാരനാന്നൊക്കെ ഫ്രണ്ട്സാണ് ഞങ്ങൾ, എല്ലാവരും ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും ഒരുമിച്ച്. ഞങ്ങളെ ഫ്ലാറ്റിൽ ഡെയിലി ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല, ആവശ്യത്തിന് മുന്നേ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെ സമയമില്ല. ആ സിനിമയുടെ പരിപാടി തിരക്കും. പിന്നെ അവരെല്ലാവരും വീട്ടിലിപ്പോ ചായ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും അവിടെ കൂടുന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരു സെറ്റിൽ കൂടി സിനിമയൊന്നും വിചാരിച്ചൊന്ന് ആലോചിച്ചു നോക്കി. അത്ര കംഫർട്ടാണ്. ഈ മലയാള സിനിമ എന്നും ബേസിക്കലി ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ജിത്തു മേധവ് അടക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അത് ബേസിക്കലി നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്? സിനിമ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഡിസ്കഷൻ ഉണ്ട്. സിനിമയുടെ പരിപാടികളാണെങ്കിലും പുറത്തു പോകണമെങ്കിലും ടൂർ പോകണമെങ്കിലും എല്ലാം. ഈ ചിദംബരം ഡയറക്ട് ചെയ്യുന്ന ജിത്തു മാധവ് ചിത്രത്തെ കുറിച്ച് ന്യൂസുകൾ അത് അവര് അനൗൺസ് ചെയ്തായിരുന്നല്ലോ, KVN പ്രൊഡക്ഷൻ. അതിനെ കുറിച്ച് അത് അടുത്ത തന്നെ പടം തുടങ്ങും. എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സൊക്കെ ബാക്കി നടക്കുന്നു. ജിത്തുവും അതിന്റെ തിരക്കിൽ, ചിദംബരം അതിന്റെ തിരക്കിലാണ്. അതൊക്കെ ഉണ്ടാവും ഇമീഡിയറ്റ്ലി. അതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ എല്ലാം അവര് അറിയിക്കും. അത് അടിപൊളിയായിരിക്കും. അവർ രണ്ടുപേരും ഒന്നിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. അതായത് മഞ്ഞുമൽ ബോയ്സും ആവേശത്തിന്റെ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ഇവരൊക്കെ നമ്മളെല്ലാവരും ടീമാണ്. ഞങ്ങള്
എന്താ ഇതുവരെ നമ്മള് വിളിച്ചിട്ടില്ല, വിളിക്കണമെന്ന് ഞാൻ ഇവനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതെ. ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. പക്ഷെ അത് എല്ലാ ബാക്കിയുള്ള വിവരങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ആരും ഉണ്ടാവില്ല അല്ലെ? ഒന്നും വിളിച്ചില്ലെങ്കിൽ ഇപ്പഴേ പറഞ്ഞിട്ടില്ല. അതിന്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം പറഞ്ഞുപോയി, ഇവനുണ്ട് പിന്നണിയിൽ ഡയറക്ഷൻ ടൈമിൽ. ഇവൻ ഡയറക്ഷൻ ടൈമിൽ. അത് ഞാൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പരിപാടി വന്നേക്കണ പ്രൊമോഷന് അവര് വിളിച്ചോണ്ടിരിക്കുന്നു, ലൊക്കേഷൻ കാണാനൊക്കെ ആയിട്ട്. അവിടെ പണിയുണ്ട്, പോയിട്ട് വേറെ പണിയുള്ളതാണ്. മൊത്തത്തിലൊരു ഇതായല്ല. അതല്ല, ഇത് മൊത്തം ഇപ്പൊ ഞാൻ അപ്പുറം പോയാൽ ജിത്തു ചേട്ടൻ, ഇപ്പുറം വന്നാൽ ജിത്തു ചേട്ടൻ, സജിൻ ചേട്ടൻ അപ്പുറത്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുന്ന ആൾക്കാരാണ്. 2 സിനിമകളാണ് ചെയ്യുന്ന ആൾക്കാര്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ക്ലബ് ചെയ്യും, നമ്മൾ സംസാരിക്കും. ചിതു ആണെങ്കിലും ജിത്തു ചേട്ടനും കഴിഞ്ഞ ദിവസം ജിത്തു ചേട്ടനും ജിതു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ക്ലാരിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ കണ്ടു. ഇപ്പുറത്ത് വന്നപ്പോ ജിത്തു ചേട്ടൻ സജിൻ ചേട്ടൻ ഈ പടത്തിന് പൈങ്കിളിയുടെ പരിപാടിയായിട്ട് നടക്കും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ആണ് പരിപാടി നടക്കുന്നത്. അതെ, സർക്കിളായി ഒരുമിച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ചിതു അഭിനയിക്കുന്നുണ്ട് പടത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് വയനാട് സിനിമയിൽ അഭിനയിക്കുന്നു. ചിതു ആക്ടർ. ഒരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ളതാണ്. നല്ലൊരു മേക്കറാണല്ലോ. ചിതു നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കമ്മട്ടിപ്പാടത്തിലേക്ക്. എനിക്കറിയാം. പക്ഷെ ലീഡ് പിന്നെ അവര് ഉറപ്പായിട്ടും നല്ല ടെക്നീഷ്യനുമാണ്, ഗുഡ് ഫിലിം മേക്കറുമാണ്. അവർക്ക് നല്ല ധാരണ. അവർക്ക് ഏറ്റവും വലിയ പെർഫോം ചെയ്യുന്ന ആക്ടർമാര്, നല്ല ഡയറക്ടറാക്കി നല്ലൊരു നടനൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ പൈങ്കിളി എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ ശ്രീലക്ഷ്യം പറയാം. എന്നോട് ചോദിച്ചാൽ എന്റെ ആദ്യത്തെ സിനിമയാണ്, അതുകൊണ്ട് കണ്ടേ പറ്റൂ. പ്ലീസ്. ഫെബ്രുവരി 14 പൈങ്കിളി തിയേറ്ററിലെത്തും. ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് മേ ബി മലയാള സിനിമയിൽ മിസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. നമ്മളെല്ലാവരും കുറച്ച് ലൗഡായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു കുറച്ച് ക്രിഞ്ചും പൈങ്കിളിയൊക്കെ ഇഷ്ടമുള്ളവർ ഫെബ്രുവരി 14 തിയേറ്ററിൽ പോയിരുന്ന് കാണാം. ഇഷ്ടപ്പെടും. നമ്മളോടല്ലേ ഇവര് പറഞ്ഞു നിർത്തുമായിരിക്കും. ഫെബ്രുവരി 14 സിനിമയ്ക്ക് വരണം എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശ്രീതേട്ടനും ഒരുപാട് നാളത്തെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ശ്രീതേട്ടനും ജിത്തു ചേട്ടനും ഒന്നിച്ചിട്ട് നമ്മളൊക്കെ ഇത്ര ആൾക്കാര് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അർജുൻ സേതു ക്യാമറ ചെയ്യുന്നു. മഷർ ഹംസ തല്ലുമാല ചെയ്ത സെയിം ആളാണ് എന്റെ കോസ്റ്റ്യൂം. മഷർക്ക് ഒരു അർബൻ പരിപാടി തൊട്ടിട്ട് നേരെ നാടൻ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ ടീഷർട്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഓരോരുത്തർ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഒക്കെ സുഗുവിന്റെ ഒരു ടീഷർട്ടാണ് കാലിഫോർണിയ. അങ്ങനെ റൈറ്റിംഗ്സ് അടിപൊളി സാധനങ്ങളെല്ലാം കുറെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ഒരു പടമാണ്. ഒരു മിഡ് ഫ്രീക്കനാണ് ഇയാള്. മുകളില് ഫ്രീക്കൻ താഴെ കൊണ്ടെന്ന് പറയുന്ന പോലെ താഴെ മുണ്ടും മുകളില് അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ ജസ്റ്റിൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്. 8 പാട്ടുണ്ട്. അപ്പൊ 2 ഇപ്പൊ ഇറങ്ങി, ഹാർട്ട് അറ്റാക്ക്, ബേബി. അപ്പൊ പടം നല്ലൊരു എന്റർടൈൻ ചെയ്യാൻ പറ്റിയ പടം, എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഒന്ന് കാണാൻ പറ്റും. നല്ലൊരു സിനിമയായിരിക്കും. ചിരിക്കാണ്ട് എല്ലാ രീതിയിലും എല്ലാ ചേരുവകളൊക്കെ ചേർത്തൊരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് പറയാനുള്ളത്. വേണമെങ്കിൽ ഉണ്ടെന്ന് വെച്ചോ. ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ഫാദുക സെറ്റി പോലും വന്നിട്ടില്ല. പൂജയ്ക്ക് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി തിരക്കൊക്കെ ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ ജിത്തും കൂടി ഇതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. അർബൻ അനിമൽസ്. ഇവർ 2 കൂടിയാണ് ഇത് ചെയ്യണം. എല്ലാ ആശംസയും. അടിപൊളി ഒരുപാട് ക്യാരക്ടറിനെ കാത്തിരിക്കും. താങ്ക് യു സോ മച്ച്.